ഞങ്ങളുടെ സ്നേഹപിതാവായ ചാവറ പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ ആകാശമോക്ഷത്തിന് സദൃശ്യമാകണമെന്ന് അങ്ങ് ആഗ്രഹിച്ചപ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൽ വിളങ്ങിയിരുന്ന 8ാമത്തെ ഗുണം ക്ഷമാശീലം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറഞ്ഞു നിൽക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ പൂർവ്വപിതാവായ യൗസേപ്പ് തൻ്റെ സഹോദരങ്ങളോട് ഏറ്റവും ഒടുവിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങളല്ല, നിങ്ങൾക്ക് മുൻപേ ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അനേകർക്ക് അനുഗ്രഹമാകാൻ, പോഷണമേകാൻ നിങ്ങൾക്ക് മുൻപേ ദൈവം ചെയ്ത പദ്ധതിയാണ് ഇത്. അതെ, ജീവിതത്തിൽ സംഭവിക്കുന്ന ഞെരുക്കങ്ങളും പീഡനങ്ങളുമെല്ലാം ദൈവ തിരുമനസിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുമ്പോൾ അതിന് കാരണക്കാരായവരോട് വൈരാഗ്യമോ വെറുപ്പോ ദേഷ്യമോ ഒന്നും നമുക്കുണ്ടാവില്ല എന്ന് കുടുംബങ്ങളെ പഠിപ്പിക്കാൻ, അതവർ തിരിച്ചറിയാൻ, അങ്ങനെ ആകാശമോക്ഷത്തിന് സദൃശ്യമായ കുടുംബമായി മാറാൻ ചാവറ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ കൂടുതൽ സ്നേഹവും പരസ്പരം ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ വളരണമെങ്കിൽ ഞങ്ങൾ പരസ്പരം വിധേയപ്പെടാൻ, ദൈവ തിരുമനസ്സിന് വിധേയപ്പെടാൻ പഠിപ്പിക്കണമേ. പിതാവേ, അങ്ങയോട് ചേർന്ന് അങ്ങയുടെ മക്കളായ ഞങ്ങളും കാരുണ്യനാഥനെ വാഴ്ത്തിപ്പാടട്ടെ. കാരുണ്യനാഥനാം ദേവകുമാരന്റെ ആരുണ്യ ശോഭയെ കാണാകണം. കാരുണ്യനാഥനാം ദേവകുമാരന്റെ ആരുണ്യ ശോഭയെ കാണാകണം.